എൻ്റെ അടുത്താണെങ്കിൽ അന്ന് 2 ദിവസം മുന്നേ പറഞ്ഞായിരുന്നു ബീഫ് കറിയും ചീനിയും കഴിക്കാൻ ഭയങ്കര കൊതിയാവുന്നെന്ന്. എന്നിട്ട് പറയുന്നത് നാക്കി കൂടെയൊക്കെ വെള്ളം വരുന്നെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വെച്ച് ഞായറാഴ്ച ആകുമ്പോൾ ഞാൻ വെക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ചീനി ഞാൻ വലുതായിട്ട് അങ്ങനെയൊന്നും വെച്ചിട്ടില്ല കേട്ടോ. പണ്ട് ഒരു പ്രാവശ്യം വെച്ചപ്പോൾ എനിക്ക് മുട്ടൻ ഫ്ലോപ്പായിരുന്നില്ല, വെള്ളം എന്തോ പോലെയൊക്കെ ആയിപ്പോയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞാൽ എനിക്ക് ചെയ്ത് കൊടുക്കാൻ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ രാവിലെ തന്നെ പോയി ഞാൻ ബീഫൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് പിന്നെ എൻ്റെ വെയിറ്റ് ലോസ് ജേർണിയിൽ ഡ്രിങ്ക് കുടിച്ചു. അത് കുടിച്ചിട്ട് ഞാൻ പിന്നെ എന്ത് കാര്യങ്ങളും ചെയ്യത്തുള്ളൂ. അങ്ങനെ പിന്നെ ഞാൻ അണഞ്ഞ ബീഫ് കറി തന്നെ രാവിലെ അങ്ങ് വെച്ചു. പിന്നെ മക്കൾക്ക് പള്ളിയിൽ പോകുന്നതുകൊണ്ട് അപ്പവും പൊടിച്ചമ്മന്തിയൊക്കെ ആക്കിയായിരുന്നു. അവർ പൊടിച്ചമ്മന്തി ഒന്നും കഴിക്കത്തില്ല, ഞങ്ങൾക്ക് വേണ്ടി ആക്കിയതായിരുന്നു. പിന്നെ ഞാൻ ചീനി ഉണ്ടാക്കാൻ വേണ്ടി അടുപ്പിലാണ് വെച്ചത്. കാരണം വേവൊന്നും എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ അടുപ്പിലോട്ട് വെച്ചു. പക്ഷേ സംഭവം സെറ്റായായിരുന്നു, സംഭവം ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഈ അണ്ണൻ എന്ത് ഫുഡ് കൊടുത്താലും എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അത് കൊള്ളാമെന്ന് പറയുന്നവരൊരു എന്താ പറയുന്നത്, ആ ഒരു എക്സ്പ്രഷൻ വരത്തില്ലേ, അത് പറയുന്നവരൊരു ടെൻഷനാണ്. കറി പിന്നെ നമുക്കറിയാം കൊള്ളാം, കുഴപ്പമില്ല. എനിക്ക് എപ്പോഴും കറി എന്തെങ്കിലും ഉപ്പ് ഇച്ചിരി കുറയാറുണ്ട്. എനിക്ക് ഉപ്പ് കറക്റ്റ്, പക്ഷേ അണ്ണന് നല്ല ഉപ്പായിരിക്കണം, ഭയങ്കര ഉപ്പ് വേണം അണ്ണന്. അങ്ങനെ പിന്നെ അണ്ണൻ എല്ലാം ഇങ്ങനെ കുഴച്ചെടുത്ത് പക്ഷേ സൂപ്പറാന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ വിചാരിച്ചു മിക്കവാറും കുളമാവും എന്നാണ് വിചാരിച്ചത്. നമ്മൾ ഈ കഷ്ടപ്പെടുന്ന ഫുഡിന് ഒരു നല്ല റിസൾട്ട് കിട്ടാൻ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എന്തുണ്ടാക്കി കൊടുക്കാനും ഭയങ്കര സന്തോഷമാണ്. എൻ്റെ ഈ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ